മോഡലിംഗിന്റെ മറവിൽ പെൺകുട്ടികളെ വിദേശത്തേക്ക് കടത്തി ക്രൂരമായ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കുന്ന രാജ്യാന്തര മനുഷ്യക്കടത്ത് കേസിൽ പിടിയിലായ അലീനയ്ക്ക് പിന്നിൽ വൻ അധോലോക ഉദ്യോഗസ്ഥ അവിശുദ്ധ കൂട്ടുകെട്ടെന്ന് വ്യക്തമായ തെളിവുകൾ പുറത്ത്. കൊച്ചിയിലെ കുപ്രസിദ്ധ കൊടുംഗുണ്ട ഔറംഗസീബിന്റെ ഭാര്യയാണ് താനെന്ന് പ്രഖ്യാപിച്ചായിരുന്നു അലീന ചതിക്കുഴിയിൽ വീഴുന്ന പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തിയിരുന്നത്. ദുബായിലെ തടങ്കൽ കേന്ദ്രങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് നാട്ടിലെത്തി പോലീസിൽ പരാതി നൽകാൻ തുനിയുന്ന ഇരകളെ ഔറംഗസീബിന്റെ പേര് പറഞ്ഞ് ജീവനോടെ തീർക്കുമെന്ന് അലീന ഭയപ്പെടുത്തിയിരുന്നു. ഈ ക്രിമിനൽ സ്വാധീനത്തിന്റെ തണലിലാണ് തട്ടിപ്പുകൾ മുഴുവൻ അരങ്ങേറിയത്. അലീനയുടെ ഈ അധോലോക ബന്ധങ്ങൾക്ക് ജയിൽ വകുപ്പിലെ ഉദ്യോഗസ്ഥരിൽ ചിലരുടെ ഒത്താശയുണ്ടായിരുന്നു എന്നതിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളും പുറത്തുവന്നു. നെയ്യാറ്റിൻകരയ്ക്ക് അടുത്തുവച്ച് ആഡംബരപൂർവ്വം നടന്ന അലീനയുടെ സ്വന്തം സഹോദരിയുടെ വിവാഹ ചടങ്ങിൽ പ്രമുഖനായ ഒരു ജയിൽ ഉദ്യോഗസ്ഥൻ നേരിട്ട് പങ്കെടുത്തിരുന്നു. ജയിൽ ഉദ്യോഗസ്ഥൻ ഗുണ്ടാ സംഘങ്ങളുമായി അടുത്ത ബന്ധമുള്ള അലീനയുടെ കുടുംബ ചടങ്ങിൽ VIP-ആയി എത്തിയത് അന്ന് തന്നെ വിവാദമായിരുന്നു. തിരുവനന്തപുരത്തെ ഒരു MLA-യുടെ PA-യുടെ അനുജനായിരുന്നു അലീനയുടെ സഹോദരിയുടെ കല്യാണത്തിനെത്തിയ പോലീസുകാരൻ. ഗുണ്ടാ ലഹരി മാഫിയകളുമായി ജയിൽ ഉദ്യോഗസ്ഥൻ പുലർത്തുന്ന ഈ വഴിവിട്ട ബന്ധത്തെക്കുറിച്ച് കൃത്യമായ വിവരങ്ങളും തെളിവുകളും സഹിതം ജയിൽ വകുപ്പ് മേധാവികൾക്ക് മുന്നിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ ഉന്നത സ്വാധീനങ്ങളുടെ ബലത്തിൽ ഈ പരാതിയിന്മേൽ യാതൊരുവിധ അന്വേഷണമോ നടപടിയോ സ്വീകരിക്കാൻ ജയിൽ വകുപ്പ് തയ്യാറായില്ല. ഇതിനിടയിലാണ് അലീനയുടെ അറസ്റ്റും വിവാദങ്ങളും ഉണ്ടാകുന്നത്. അതിനിടെ കേസിൽ പൊന്നാനി സ്വദേശിനിയായ മഞ്ജിമ എന്ന യുവതിയെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 3 ഉയർന്നു. നേരത്തെ അറസ്റ്റിലായ തിരുവനന്തപുരം സ്വദേശിനി അലീന, ആലുവ സ്വദേശിനി സിന്ധു എന്നിവരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. മുംബൈയിൽ ഒളിവിൽ കഴിയുന്നതിനിടെ പിടിയിലായ സിന്ധുവിനെ ചൊവ്വാഴ്ചയോടെ മരട് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് വിശദമായി ചോദ്യം ചെയ്യും. ഇവരെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതോടെ വമ്പൻ സ്രാവുകളുടെ പേരുകൾ പുറത്തുവരുമെന്നാണ് സൂചന. മോഡലിംഗ് രംഗത്ത് തിളങ്ങാമെന്ന മോഹന വാഗ്ദാനങ്ങൾ നൽകി കെണിയിൽ വീഴ്ത്തുന്ന യുവതികളെ ദുബായിലെത്തിച്ച് അതീവ രഹസ്യ കേന്ദ്രങ്ങളിൽ തടങ്കലിലാക്കുന്നതാണ് ഇവരുടെ രീതി. അവിടെ വെച്ച് പെൺകുട്ടികൾക്ക് മാരകമായ മയക്കുമരുന്നുകൾ ബലമായി നൽകി അബോധാവസ്ഥയിലാക്കിയ ശേഷം വൻകിടക്കാർക്കായി കാഴ്ചവെക്കുകയായിരുന്നു. ഇതിന്റെ ദൃശ്യങ്ങളും ചിത്രങ്ങളും മൊബൈലിൽ പകർത്തി ബ്ലാക്ക്മെയിൽ ചെയ്താണ് മാസങ്ങളോളം പീഡനം തുടർന്നിരുന്നത്. ജോലി വാഗ്ദാനം ചെയ്ത് ഇവരിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ കൈപ്പറ്റിയതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അലീനയ്ക്ക് കൊച്ചിയിലെ കൊട്ടേഷൻ ഗുണ്ടാ സംഘങ്ങളുമായി വ്യക്തമായ പങ്കാളിത്തമുണ്ടെന്ന് ACP പോലീസ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ നവംബറിൽ വൈറ്റിലയിലെ JVK ബാറിൽ വടിവാളുമായി എത്തി ക്രൂരമായി അതിക്രമം അഴിച്ചുവിട്ട കേസിൽ അലീന 2ാം പ്രതിയാണ്.